പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്തുകൊണ്ടിരുന്ന യൂട്യൂബർ അറസ്റ്റിൽ ഹരിയാന സ്വദേശിനിയായിട്ടുള്ള ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നത് അവരൊരു ട്രാവൽ വ്ളോഗറാണ്. ഈ ഒരു വർഷാരംഭത്തിൽ തന്നെ അവർ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട്. പിന്നെ ചൈന, ഇന്തോനേഷ്യ, അങ്ങനെ പല രാജ്യങ്ങളിൽ. ഇവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, യൂട്യൂബിൽ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലും കുറേയധികം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ്, സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളതെന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഈ പറയുന്ന പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക്, ഭീകരവാദികൾക്ക് നമ്മുടെ നാട്ടിലേക്ക് ഈ പറയുന്ന നുഴഞ്ഞു കയറാൻ കഴിയുന്നത്, അല്ലെങ്കിൽ യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയുന്നത്, എങ്ങനെ ഇവിടെ താവളം അടിക്കാൻ വേണ്ടി കഴിയുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ. ആരാണ് അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്? അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ നാടിനെ ഒറ്റിക്കൊടുക്കുന്ന, നമ്മുടെ നാട്ടിൻ്റെ അന്നം തിന്നുകൊണ്ട് തള്ളിപ്പറയുന്ന രാജ്യദ്രോഹികൾ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അവർ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന മറ്റ് നാടുകളിൽ നിന്ന് വരുന്ന തീവ്രവാദികളെ കഴിയും ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരിക്കലും ഇനി ഈ പറയുന്ന പുറലോകം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ശിക്ഷാ നടപടി തന്നെ ഇവൾമാർക്ക് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ട്, ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട്, ഇന്ത്യ ഒറ്റുകൊടുത്ത് എത്രയോ സൈനികരുടെ, എത്രയോ പാവപ്പെട്ട ജനതയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ടുണ്ടായിരിക്കാം ഇവളെപ്പോലെയുള്ള കുറേ ജന്മങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഇതുപോലുള്ള ജന്തുക്കളെ വേണം നമ്മുടെ നാട്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ, ഈ രാജ്യദ്രോഹികളെ. അതോടുകൂടി തന്നെ സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യദ്രോഹികൾക്ക് അല്ലെങ്കിൽ ഭീകരവാദികൾക്ക് നമ്മുടെ നാട്ടിൽ താവളം അടിക്കാനുള്ള സൗകര്യം ഇല്ലാതാവുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്.